ഒരു മനുഷ്യൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 72 വർഷമാണ്. നമ്മുടെ ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എന്ന് പറയുന്നത് 70.19 ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റിൽ ഉയർന്നു നിൽക്കുന്നവരാണ് ചൈനയും ജപ്പാനും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഒരു ലോങ് ലൈഫ് ജീവിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഒരു ലോങ് ലൈഫിന് വേണ്ടി പാലിക്കേണ്ടത്, പിന്നെ എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മളുടെ ഡയറ്റിൽ വരുത്തേണ്ടത്, അതോടൊപ്പം എന്തെല്ലാം ഹാബിറ്റ്സ് ആണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാലിക്കേണ്ടത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ആദ്യം ചെയ്യേണ്ടത് എക്സസൈസ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഡെയിലി 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ 3 വർഷം കൂടുതൽ ജീവിക്കാൻ സാധിക്കും. അതോടൊപ്പം ലൈഫിൽ എന്തെങ്കിലും മൂവ്മെന്റ്സുകൾ കൊണ്ടുവരിക. അതിന് നിങ്ങൾക്ക് വാക്കിംഗ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, റണ്ണിങ്, ഗാർഡനിങ് പോലെയുള്ള അങ്ങനെ പല പല കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതിലൂടെ നിങ്ങൾക്കൊരു ലോങ് ലൈഫിനായി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ ഹാപ്പിനെസ് ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങൾക്കൊരു ലോങ് ലൈഫിനായി സഹായിക്കുക. നിങ്ങളുടെ മെന്റൽ പ്രഷർ കുറയ്ക്കാനായി നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും അല്ലെങ്കിൽ നേച്ചറുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡ് കാം ആവുകയും നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് എല്ലാം കുറയും. ഇതോടൊപ്പം തന്നെ ഒരു വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കൃത്യമായ ഡയറ്റ്. അതിന് നിങ്ങൾക്ക് ആദ്യമായി ചെയ്യേണ്ടത് ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക. കാരണം നമ്മളുടെ കാലറി ഇൻടേക്ക് കൂടുമ്പോൾ ബോഡി ഫാറ്റ് കൂടാൻ തുടങ്ങും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഡിസീസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിസർച്ചുകൾ പ്രകാരം മീറ്റ് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് സ്പാൻ കുറയും, പ്രത്യേകിച്ച് പ്രോസസ്ഡ് മീറ്റും ബ്രെഡ് മീറ്റും. അതുകൊണ്ട് നോൺ വെജ് കഴിക്കുന്ന അളവ് കുറയ്ക്കുക, പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സിന്റെ അളവ് കൂടുക. പിന്നെ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ആയിട്ടുള്ള ചിപ്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കെച്ചപ്പ് ഇതുപോലെയുള്ള ഹൈ ഷുഗർ ഫുഡ്സിന്റെ അളവ് കുറയ്ക്കുക. ഇതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം ലിമിറ്റ് ചെയ്ത് കഴിക്കുക. പിന്നെ കഴിവതും വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കുക. പുറത്തുള്ള ഭക്ഷണം പൊതുവെ ഒഴിവാക്കുക. ഇതെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിലെ ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ഹെൽത്തിന് നല്ലതല്ല. പിന്നെ കുക്കിംഗ് ചെയ്യാനായി റിഫൈൻഡ് ഓയിലിന്റെ ഉപയോഗം അവോയ്ഡ് ചെയ്യുക. റിഫൈൻഡ് ഓയിലുകളിൽ ഒരുപാട് കെമിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ വളരെയധികം ട്രാൻസ് ഫാറ്റ്സ് വരെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ഹാർട്ട് പ്രോബ്ലംസ് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, സെസമേ ഓയിൽ ഇതുപോലെയുള്ള ഓയിലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഒരു ലോങ്ങർ ലൈഫിന് വേണ്ടിയിട്ട് കുറച്ച് ഹാബിറ്റ്സുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്ലീപ്പ് ഹാബിറ്റ്സിനെ ശരിയാക്കുക എന്നാണ്. എന്തെന്ന് വെച്ചാൽ സ്റ്റഡീസ് പ്രകാരം രാത്രിയിൽ വളരെ താമസിച്ച് കിടക്കുന്നവർക്ക് 10% നേരത്തെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം നിങ്ങൾക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്ഥിരമായി രാത്രിയിൽ താമസിച്ച് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. അതോടൊപ്പം 7-8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രധാനമായി സ്മോക്കിങ്ങിനോ അതോടൊപ്പം തന്നെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാനോ പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കാനോ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഉടനെ തന്നെ നിർത്തുക. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കഴിച്ചാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള മൂവ്മെന്റ്സ് ലൈഫിൽ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നോൺ വെജ് കുറയ്ക്കുക. പിന്നെ റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റും നിങ്ങൾ ഒഴിവാക്കുക. അതെന്തെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഹെൽത്ത് റിസ്കുകളുണ്ട്. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും മെന്റൽ ഹെൽത്തിനെയും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ദുശീലങ്ങൾ മാറ്റുകയും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വെജും നോൺ വെജും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്.